ഹായ് ഗായ്സ്, ദിസ് ഈസ് മൈ ഫസ്റ്റ് വ്ളോഗ്. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വിചാരിക്കുന്നത് ഒരു സ്റ്റഡി വ്ളോഗ് പ്ലസ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ തന്നെ മോർണിംഗ് വൈബ് ആസ്വദിക്കാൻ വേണ്ടിയിട്ട് ചാനൽ തുറന്നതാണ്. മൂഞ്ചി പോയി ഗൈസ്, നല്ല കൊട്ട വെയിലായിരുന്നു. അപ്പോൾ പിന്നെ എന്തായാലും നമുക്ക് വേഗം പഠിക്കാതിരിക്കുക. അക്കൗണ്ടൻസി ആയതുകൊണ്ടാട്ടോ ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്. വേറെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ നടന്നിട്ടാണ് പഠിക്കുക. സോ എത്ര പേരുണ്ട് നടന്നിട്ട് പഠിക്കുന്നവരെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് അക്കൗണ്ടൻസി വിത്ത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അപ്പം അതിലെനിക്ക് 6 പാഠം പഠിക്കാനുണ്ട് ടോട്ടൽ. പിന്നെ അതുപോലെ അക്കൗണ്ടൻസിയിൽ വരുമ്പോൾ എനിക്ക് 4 പാഠം പഠിക്കാനുണ്ട്. അങ്ങനെ ടോട്ടൽ 10 പാഠം പഠിക്കാനുണ്ട്. നമുക്ക് 4 ഡേയ്സ് നമുക്ക് ലീവും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഡേയ്സിൽ നമുക്ക് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ അത്യാവശ്യമുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്ത് പഠിക്കാറുള്ളത്. പ്രോബ്ലംസ് ആകുമ്പോൾ ചെയ്ത് തന്നെ പഠിക്കണമല്ലോ. അപ്പം ഈ ഡയറിയിലാണ് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യാൻ വേണ്ടി പോണത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഈ 4 ദിവസം പഠിച്ചെടുക്കാം. നമുക്ക് ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. 4 ഡേ നമുക്ക് ലീവും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 4 ഡേയിൽ നമുക്ക് ഈ 10 ചാപ്റ്റേഴ്സ് എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ 6 ചാപ്റ്റർ വന്നിട്ട് നമുക്ക് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ഉള്ളിൽ പഠിക്കാനുണ്ട്. 4 ചാപ്റ്റർ വന്നിട്ട് നമുക്ക് അക്കൗണ്ടൻസിലും പഠിക്കാനുണ്ട്. അപ്പോൾ സാധാരണ ഞാൻ തലേ ദിവസം ഇരുന്നിട്ട് കുത്തിമറിയുന്ന പരിപാടി ഉണ്ടല്ലോ, അതാണ്. ബട്ട് ഇന്ന് ഇരിക്കാൻ കാരണം നമുക്ക് അക്കൗണ്ടൻസി ഭയങ്കര ടഫാണ്. അപ്പോൾ അക്കൗണ്ടൻസി ടഫ് ആയതുകൊണ്ട് ഈ 4 ദിവസം കിട്ടുമ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ. അപ്പോൾ നേരെ പഠിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഡേ ആയിട്ട് ഇന്ന് 20, അപ്പോൾ ഫസ്റ്റ് ഡേ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിൽ ഒരു ചാപ്റ്ററും അതുപോലെ തന്നെ അക്കൗണ്ടൻസിയിൽ ഒരു ചാപ്റ്ററും അത്ര പഠിക്കുന്നുള്ളൂ. അത് അത്യാവശ്യം ഉണ്ട്, അതുകൊണ്ട് അത്രേ പഠിക്കുന്നുള്ളൂ. അപ്പോൾ ഇതെന്താ സാധനം വെച്ചാൽ, ഞാൻ രാവിലെ ഒരു 11 മണിക്ക് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും എന്ന് പറഞ്ഞാൽ 11 മണിക്കാണ് ഞാൻ വ്ളോഗ് എടുക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് ഞാനൊരു സത്യം മനസ്സിലാക്കിയത്, ഫോണിൽ തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ കുറച്ച് നേരം ക്ലാസ് കേൾക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ പോയിട്ട് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മൾ ഇപ്പോൾ ഈ 3rd ചാപ്റ്റർ ഉണ്ടല്ലോ അക്കൗണ്ടൻസിൽ, അത് ഇപ്പോൾ ഈ ഒരു മോർണിംഗ് ടൈമിൽ പഠിക്കാമെന്നും അതുപോലെ തന്നെ ഈ കമ്പ്യൂട്ടർ അക്കൗണ്ട് നമുക്ക് നൈറ്റ് പഠിക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പം മോർണിംഗ് ആകുമ്പോൾ എനിക്ക് കുറച്ച് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പഠിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് യൂട്യൂബ് ക്ലാസ്സൊക്കെ കണ്ട് നമുക്ക് അങ്ങനെ ഒന്ന് കുറച്ച് ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസൊക്കെ അറ്റൻഡ് ചെയ്ത് നോക്കണം. അതിനുള്ളൂ ഞാൻ മെയിനായിട്ട്. പിന്നെ ലാസ്റ്റ് ഒരു കുറച്ച് ക്വസ്റ്റൻ കൂടി പഠിക്കാണ്ട് ഈ ഒരു ചാപ്റ്ററിൽ അത്ര ഉള്ളൂ ഇനി പഠിക്കാൻ. അപ്പം ഞാൻ ഒരു 11 മണിക്ക് ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. 11 മണി തൊട്ട് 1 മണി 2 മണി ആ സമയം വരെ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കി പ്രോബ്ലം ജസ്റ്റ് നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മൾ പ്രോബ്ലമൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ക്ലാസ് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോട്ടിലുള്ള പ്രോബ്ലംസൊക്കെ ഒന്ന് നോക്കിയിട്ട് അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ക്ലാസ് കേൾക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് സൈലായിരുന്നു. എജുപോർട്ട് അതുപോലെ തന്നെ എക്സാമിനറും ഒക്കെ നോക്കാറുണ്ട്. അങ്ങനെ ഒരു പ്രത്യേക ചാനലൊന്നുമില്ല, ഏതിലാണോ മനസ്സിലാവണോ അത് നോക്കും. പിന്നെ ഇപ്പോൾ ഈ പ്രോബ്ലം പേപ്പർ അല്ലാതെ നമുക്ക് ഈ തിയറിയൊക്കെ വരുന്ന ടൈമിൽ ഞാൻ ക്ലാസ് കേട്ടിട്ട് എനിക്ക് കാര്യമില്ല. അപ്പോൾ നമ്മൾ പഠിക്കാൻ തന്നെ വേണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ EduValid 2.0 അങ്ങനെ ഒരു ചാനലാണ് നോക്കാറ്. നല്ലതാണ്. അപ്പം ഞാൻ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസായിട്ട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. 2-3 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്ലി ഞാൻ അവിടെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രോബ്ലമൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ പോർഷൻസൊക്കെ ഒന്ന് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനി എന്തെങ്കിലും പഠിക്കാനുണ്ടോ എന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പുറത്തൊക്കെ വായിച്ച് നോക്കിയിട്ട് നമുക്ക് 4th ചാപ്റ്റർ കാണാൻ കഴിയും ഒരു സമാധാനത്തിന്. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് പിന്നെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതവിടെ വെച്ചിട്ട് ഞാൻ പോയിട്ട് കുളിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ അടുത്തൊരു നോമ്പ് തുറയുണ്ട്, അപ്പോൾ അതിന് പോകണം. ബാക്കി ഇനി വന്നിട്ട് നോക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പോയിട്ട് വരാം. വന്നിട്ട് പഠിക്കണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.